ശമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒക്ടോബറി മെൻസെ 1981 സെപ്റ്റംബർ മാസം 22 ലയോ 13 മാർപ്പാപ്പ പ്രസിദ്ധീകരിച്ച ചാക്രിക ലേഖനമാണ് ഒക്ടോബറി മെൻസെ. ഇത് പരിശുദ്ധ അമ്മയുടെ മതത്തെപ്പറ്റി, അത് ജപമാല ഭക്തിയെപ്പറ്റി വളരെ ആഴത്തിൽ കത്തോലിക്ക സഭയിൽ വരുത്തേണ്ട മാറ്റങ്ങളെപ്പറ്റി, ജപമാല ഭക്തിയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെപ്പറ്റി ആണ് ഈ ചാക്രിക ലേഖനത്തിലെ പരിശുദ്ധ പിതാവ് വെളിപ്പെടുത്തുന്നത്. പരിശുദ്ധ പിതാവിനകത്ത് ഓരോ കാര്യങ്ങളും അക്കമിട്ട് പറയുന്നത്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ച് രക്ഷാകരമായ പദ്ധതിയോട്, ദൈവത്തിൻ്റെ രക്ഷാകരമായ പദ്ധതിയോട് സഹകരിച്ച പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് ജപമാല ഭക്തിയിൽ ആഴപ്പെടുന്നതിൻ്റെ കാതലായ അനേക കാര്യങ്ങൾ ഈ ഒക്ടോബറി മെൻസെ എന്ന ചാക്രിക ലേഖനത്തിൽ സുശക്തമായി വിശദീകരിക്കുന്നുണ്ട്. മാതൃഭക്തിയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളെ സംബന്ധിച്ചാണ് വിശദീകരിക്കുന്നത്. മാതൃഭക്തിയുടെ അടിസ്ഥാനവും ജപമാല ഭക്തിയുടെ ശ്രേഷ്ഠതയുമാണ് ഇതിൽ വിശദീകരിക്കുന്ന മുഴുവനും. പരിശുദ്ധ അമ്മയോട് ഉള്ള ഭക്തി അർത്ഥപൂർണ്ണമാക്കാൻ, ഏറ്റവും അനുഗ്രഹത്തിൻ്റെ ഉറവിടമായ, ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ ദാതാവായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് പരിശുദ്ധ അമ്മയാണ്. യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ഉപകരണമായി തീർന്ന അമ്മയുടെ മാധ്യസ്ഥം തേടിയുള്ള അമ്മയുടെ മാധ്യസ്ഥ വഴിയെ ഒരു യാത്രയെപ്പറ്റിയാണ് ഈ ഒക്ടോബറി മെൻസയിലെ ഉടനീളം പരിശുദ്ധ പിതാവ് സംസാരിക്കുന്നത്. ഈ ചാക്രിക ലേഖനത്തിലൂടെ പരിശുദ്ധാത്മാവ് വിഭാവനം ചെയ്യുന്ന സകല നന്മകളും കൊണ്ട് ജനങ്ങൾ നിറയാൻ, പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന നന്മ കൊണ്ട് നിറയാൻ അമ്മയിൽ ആശ്രയിക്കണമെന്നാണ് തുടർന്ന് പറയുന്നത്. എല്ലാ നന്മകളുടെയും ദാതാവായ മിശിഹായോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനാ രീതിയാണിത്. എല്ലാ നന്മകളുടെയും ദാതാവായ ദൈവത്തോട് ചേർന്ന് നിന്നുള്ള ഒരു പ്രാർത്ഥനാ രീതിയാണ് ഇവിടെ പിതാവ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അനുഗ്രഹങ്ങളുടെ ഉറവിടത്തിൽ നിന്നും, അനുഗ്രഹങ്ങളുടെ ഉറവയിൽ നിന്നും അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു വഴി. അത് ജപമാല ഭക്തിയുടെ വളരെ വലിയ പ്രാധാന്യത്തെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ജപമാല ഭക്തിയിലൂടെ അനുഗ്രഹം പ്രാപിക്കുക, ഒക്ടോബർ മാസം മുഴുവൻ ജപമാല ചെല്ലുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് അങ്ങനെയാണ്. ജപമാല മാസമായി, ഒക്ടോബർ മാസം മുഴുവൻ ജപമാല ഭക്തിയുടെ മാസമായി പ്രഖ്യാപന ശേഷമാണ് പൂർണ്ണമായി നടപ്പിലാകുന്നത്. ഈ ചാക്രിക ലേഖനത്തിലൂടെ അമ്മയുടെ മാധ്യസ്ഥയെപ്പറ്റി ശരിക്കും ഒരു ആധികാരികമായ പഠനമാണ് സഭ നടത്തുന്നത്. അമ്മയുടെ മാധ്യസ്ഥം കൊണ്ട് നേടുന്ന അനുഗ്രഹങ്ങൾ ഇത് ഭൗതികമായ അനുഗ്രഹം മാത്രമല്ല, ഇത് അമ്മ തന്നെ സ്വർഗത്തിൻ്റെ സമ്മാനമായതുകൊണ്ട് പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ച് കഴിയുമ്പോൾ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥൻ്റെ ജപമാലയിൽ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അത് സ്വർഗത്തിൻ്റെ സംവിധാനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ്. മാതൃഭക്തിയുടെ അടിസ്ഥാനമായി ജപമാല ഭക്തിയുടെ അടിസ്ഥാനവും അതിൻ്റെ ശ്രേഷ്ഠതയുമാണ് ഈ ചാക്രിക ലേഖനത്തിൽ ഉടനീളം പറയുന്നത്. അതിൻ്റെ ശ്രേഷ്ഠത നമ്മൾ കാണുന്നതിനേക്കാളെല്ലാം ഉപരിയായ ഒരു നന്മ, ഒരു അഭിഷേകം അതിൻ്റെ അകത്തുണ്ട്. രക്ഷകൻ്റെ വരവിനായി പ്രത്യേകം തിരഞ്ഞെടുത്ത രക്ഷകനെ ഇവിടെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി സ്വർഗം പ്രത്യേകമായി തിരഞ്ഞെടുത്തവളാണ് ഈ അമ്മ. അതങ്ങനെ നിസ്സാരമായി കാണാൻ കഴിയുമോ? ദൈവം പ്രത്യേകമായൊരു വ്യക്തിയെ, തൻ്റെ പുത്രനെ, അത് രക്ഷകനെ, നമ്മുടെ പാപത്തിന് പരിഹാര ബലിയായി യാഗമായി തീരുവാനുള്ള പുത്രനെ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു വഴിയാണ് ഈ പരിശുദ്ധ അമ്മ. ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ പ്രവർത്തനത്തിൽ മറിയം, അതായത് കാനായിൽ മുതൽ കാൽവരി വരെയും അതിനുശേഷവും അപ്പോസ്തലന്മാരോട് ചേർന്നും എല്ലാം ഈ സഭയെ പടുത്തുയർത്താൻ, ദൈവരാജ്യത്തെ പടുത്തുയർത്താൻ മറിയം സമസ്തവും അതിനു വേണ്ടി നിലകൊണ്ടതാണ്, മുഴുവൻ സമയം നിലകൊണ്ട വ്യക്തിയാണ്. ആത്മാവിൻ്റെ വിശുദ്ധിയാണ് ഏറ്റവും വലിയ അടിസ്ഥാനമായി ഇവിടെ പറയുന്ന. ആത്മാവിൻ്റെ വിശുദ്ധി എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ മനസ്സിൽ, എൻ്റെ ഉള്ളിൽ ഒരു പരിശുദ്ധി ഉള്ളതുകൊണ്ട് യേശുവിനെ സ്വീകരിക്കാൻ തക്ക വിധത്തിൽ പരിശുദ്ധ അമ്മയിൽ ദൈവകൃപയുടെ നിറവുണ്ടായിരുന്നത് കൊണ്ടാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു തിരഞ്ഞെടുപ്പായി കാണുന്നത്.
അതായത് ജപമാല ഭക്തിയെപ്പറ്റി, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയെപ്പറ്റി, ജപമാല ഭക്തിയുടെ അതിശക്തമായ സാന്നിധ്യത്തെപ്പറ്റി, അതിൻ്റെ ഒരു അഭിഷേകത്തെപ്പറ്റി, അതിൻ്റെ ഒരു നന്മയെപ്പറ്റി, ജപമാല ഭക്തി ഉണ്ടാകുന്ന കോടാനുകൂടി നന്മകളെപ്പറ്റി, അതായത് ഇഹത്തിലും പരത്തിലും അത് നിത്യജീവൻ വരെ എത്തുന്ന ഈ നന്മകളെപ്പറ്റി കത്തോലിക്ക സഭയിൽ 23 മാർപ്പാപ്പന്മാരാണ് ചാക്രിക ലേഖനം എഴുതിയത്. ഞാൻ അടുത്ത വീഡിയോയിൽ ആ 23 മാർപ്പാപ്പന്മാരെ പറ്റി ചാക്രിക ലേഖനത്തിൽ പ്രധാനമായി ഉദ്ദേശിച്ച എടുത്തു പറഞ്ഞ കാര്യങ്ങളെ കൂടി അടുത്തൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒക്ടോബർ മാസത്തിൽ ഈ ജപമാല ഭക്തി നമ്മൾ ഉദ്ദേശിക്കുന്നതെല്ലാം വളരെ 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 വിപുലമാണ്. ഇത് ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പാണ്, സംവിധാനമാണ് ഈ പരിശുദ്ധ അമ്മ. അതുകൊണ്ട് അമ്മയോട് ചേർന്ന് നിന്ന് നമുക്കും ദൈവരാജ്യത്തെ വിസ്തൃതിക്ക് വേണ്ടി പണിയെടുക്കാം. നമ്മുടെ പ്രാർത്ഥനകളും നമ്മളെ തന്നെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമഴീശോയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ.